അപ്പം ഇന്ന് നമുക്ക് ഒരു നാടൻ ഫുഡ് തപ്പി ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബർക്ക്ഹെഡ് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. എന്നാൽ ശരി, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. പേര് പോലെ തന്നെ ഉപ്പും മുളകും, പേര് പോലെ തന്നെ അടിപൊളി ഫുഡാണ്. നമ്മുടെ തനി നാടൻ സ്റ്റൈലിലുള്ള ഫുഡ് ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു നാടൻ ആ ഒരു രുചി അതെങ്ങനെ പറയണോ എനിക്കറിയത്തില്ല. നമ്മുടെ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട് ഫുഡിൻ്റെ അകത്ത്. അപ്പം ഞങ്ങൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ്. ഒന്നും വലുതായിട്ട് ലേറ്റൊന്നുമില്ല, ഒരു 10 മിനിറ്റ്സ് ലേറ്റേ ഉള്ളൂ. പിന്നെ ഉണ്ടാക്കണ്ടേ നമുക്ക് പാൽക്കപ്പ. ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പാൽക്കപ്പ, കപ്പ ബോട്ടി, പിന്നെന്നായിരുന്നു കാട ഫ്രൈ, ഫ്രൈഡ് റൈസ്. ഞങ്ങൾ ശരിക്കും ഗീ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഗീ റോസ്റ്റ് നല്ല അടിപൊളി മസാല ദോശ. ഈ കുട്ടിയാണ് നമ്മുടെ ഓർഡറിലെടുത്ത നല്ല അടിപൊളി സെർവിങ് ഒക്കെ ആയിരുന്നു. മോന് ദോശ വേണമെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ ദോശ വലിയ ക്രൈസ് ഇല്ലല്ലോ, നമുക്കാണല്ലോ മസാല ദോശ ഗീ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം. പിന്നെ അവന് ദോശ വേണ്ട, ശരി ഫ്രൈഡ് റൈസ് മതി എന്ന് വെച്ചു. ഫ്രൈഡ് റൈസ് വാങ്ങി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോകാൻ. അന്ന് 9 മണി വരെ ഉള്ളായിരുന്നു കട. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് 8 മണിയായി. എവിടെ എത്തിയപ്പോൾ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഗീ റോസ്റ്റൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്തു. സാരമില്ല, ഇനിയും ടൈം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നടന്നാൽ മതിയായിരുന്നു വീട്ടിൽ നിന്ന്. എൻ്റെ പേളിക്കുഞ്ഞ് കാട ഫ്രൈ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. പക്ഷേ ടൈമിൻ്റെ ഒരിത് ഞങ്ങൾ ലേറ്റ് ആയപ്പോണ്ട് ഞങ്ങൾക്ക് മസാല ദോശ മിസ്സായി. പിന്നെ നല്ല അടിപൊളി നന്നാറി സർബത്ത്. അതിപ്പം പുതിയ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ ഒരു ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാന്ന് ചിലപ്പം കിട്ടണമെന്നില്ല. പക്ഷെ നമുക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആ സർബത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ മോനെ പറയണ്ട അതിൻ്റെ ടേസ്റ്റ്. അത് കഴിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു 8ലോ 9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ഫീലിംഗ്. പിന്നെ പൊറോട്ട കൊണ്ടുവന്ന് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേസിലാണ് കൊണ്ടുവയ്ക്കുന്നത്. പേളിക്കുഞ്ഞ് ലാസ്റ്റ് നന്നാറി സർബത്തൊക്കെ കഴിച്ച് അതിൻ്റെ ലെമൺ എടുത്ത്, ലാസ്റ്റ് ലെമണൊന്നും കാണാനേ ഇല്ല. അതൊക്കെ പേളിക്കുഞ്ഞിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ സർബത്തൊക്കെ. അവർക്കതൊരു പുതിയ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ആ പഴയ ഒരു എന്നാ പറയുന്നത്, ആ പഴയ നമ്മുടെ ആ ഓർമ്മകളൊക്കെ വരും. നമ്മുടെ മെനു ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞ് എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ഫുഡ്. ഓക്കെ, ഉപ്പുമുളകിലെ ഫുഡൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു അല്ലേ മാഹി? എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? പേളിക്കുഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് ലാസ്റ്റ് ലെമണൊക്കെ കടിച്ച് ലാസ്റ്റ് തൊലി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഈ എല്ലാവരും വന്ന് ടേസ്റ്റ് നോക്കണം. തനി നാടൻ ഫുഡ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബൈ.